സുരേഷ് ഉണ്ടോ? സിസ്റ്റർ വെന്റിലേറ്റർ ഓൺ ആക്കൂ, മോണിറ്റർ ഓൺ ആക്കൂ, ഓക്സിജൻ ഓൺ ആണോ നോക്കിയേ. അത് ഓൺ ചെയ്യൂ. സിസ്റ്റർ പുറത്ത് ബന്ധുക്കളുടെ വിളിക്കൂ. മൂന്ന് ദിവസമായി തുടർച്ചയായുള്ള കുടിയാ. ഇന്ന് രാവിലെ അബോധാവസ്ഥയിലായത്. ചേച്ചി, കണ്ടീഷൻ അല്പം സീരിയസ് ആണ്. ഈ കണ്ടീഷനിൽ ഒന്നും പറയാൻ കഴിയില്ല. കരയില്ലേ ചേച്ചി? എന്തൊരു പരീക്ഷ, ഗതി പിടിക്കില്ല. അമ്മേ, ബോർഡുകൾ സ്ഥാപിക്കാം. പിന്നെ എന്ത് ചെയ്യാം? ബോധവൽക്കരണ ക്ലാസുകൾ. ഗിവ് എ ക്ലാപ്പ് ഹിം. അപ്പോ ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു നാടകം. പുഴയുടെ വിഷമങ്ങൾ നമ്മളോട് പറയുന്നു. നമ്മൾ അതെന്തെല്ലാമാണെന്ന് അറിയുകയും പുഴയെ എങ്ങനെ സുമ മോളെ. എന്താ അമ്മേ? ഒന്നിങ്ങോട്ട് വരൂ മോളെ. ഇപ്പ വരേ. എന്താ അമ്മേ? ഈ തുണിയൊന്ന് നനച്ചിട്ട് തരുമോ മോളെ? ശരി അമ്മേ. മോള് നനഞ്ഞോ? ഇല്ല അമ്മേ. മഴയത്ത് പണിയൊന്നും എടുക്കണ്ട, മൂക്ക് പനി പിടിക്കും. അത് സാരല്ല അമ്മേ. ഇതുകൂടി കഴിഞ്ഞാൽ ഞാനാണേ ചുവപ്പ്. എടി അച്ഛൻ. നമ്മുടെ സുമയ്ക്കിപ്പോ എന്താന്നറിയില്ല.
കുറച്ചു ദിവസമായി അവൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നതേയില്ല. അവൾ എല്ലാ പരിപാടിയിലും മുന്നിട്ട് നിൽക്കുന്ന കുട്ടിയല്ലേ? ആയിരുന്നു. പക്ഷെ ഈയിടെയായി അവൾ ഒന്നിലും മുന്നോട്ട് വരുന്നതേയില്ല. അതെന്താണെന്ന് അറിയണ്ടേ? നമുക്ക് അവളുടെ രക്ഷിതാക്കളുമായി ഒന്ന് സംസാരിച്ചാലോ? തീർച്ചയായും. അമ്മേ അമ്മ എന്തെങ്കിലും വാങ്ങിത്തരുവോ? വിശക്കുന്നമ്മേ. അമ്മയുടെ കയ്യിൽ പൈസയൊന്നും ഇല്ലല്ലോ മോനെ. എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിത്തരുവോ അമ്മേ? കുട്ടികൾക്ക് 2 ഗ്ലാസ് വെള്ളം തരൂ. ഓ തരാലോ. ദാ. എന്താ മോളെ? എനിക്ക് ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല അമ്മേ. ഉറങ്ങിപ്പോകുന്നു. ക്ലാസ്സിൽ ഒന്നാമതായിരുന്ന മക്കളല്ലേ? എനിക്കും സ്കൂളിൽ പോകാൻ തോന്നുന്നില്ലമ്മേ. ഞാൻ ക്ലാസ്സിൽ എല്ലാത്തിനും പിന്നിലായി. അച്ഛനെ ഭയന്നിട്ട് രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയുന്നില്ല. നൂറ് പഞ്ചസാര 50 ചായപ്പൊടി. സുരേന്ദ്രൻ ഇന്നലെ പറ്റ മോശമായി പോയില്ലേ? ഏട്ടൻ അച്ഛനോട് ദേഷ്യണ്ടോ? എന്തിന്? ഏട്ടന്റെ കൈയടിച്ചത് അച്ഛനല്ലേ? അത് അച്ഛനെന്തോ രോഗം ഉണ്ടായോണ്ടല്ലേ? ഒക്കെ ഓർമ്മല്ലാതെ ചെയ്യുന്നതാ. അല്ലാതെ നമ്മുടെ അച്ഛൻ പാവല്ലേ? ഇരിക്കുന്നുണ്ടല്ലേ കൂമന്റെ മാതിരി. നിന്നെ എത്ര ഉപദേശിച്ചിട്ടും കാര്യമില്ല എന്ന് മനസ്സിലായി. നീ നന്നാവില്ലടാ, ഒരു തരത്തിലും നന്നാവില്ല. എടാ, ഇവള് നിന്റെ അമ്മയായിരിക്കും. അതിനേക്കാളൊക്കെ മുമ്പ് ഇവളെന്റെ സഹോദരിയായിരുന്നു. ഇവളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ ഞാൻ ജീവിച്ചിരിക്കുമ്പോ സമ്മതിക്കില്ല. അതുകൊണ്ടേ ഞാൻ ഇവളെ കൊണ്ടുപോവുക. ഭാനു, നമുക്ക് പോവാം. നീ ഇനി ഇവിടെ നിന്നാ ഇവന്റെ ഭാര്യയും മക്കളും അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ ദുരിതം നീ അനുഭവിക്കേണ്ടി വരും. വാ, എന്താ എടുക്കാനുള്ള ചേർത്തിട്ട് വാ. കഷ്ടം. ഈ ചെറുപ്രായത്തിൽ ഈ കുട്ടികൾ എങ്ങനെ ദ്രോഹിക്കുന്ന നീ ഒരു മനുഷ്യനാണടാ? നീയൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല. നാട്ടുകാര് മൊത്തം പറയണത് നിനക്ക് ഭ്രാന്താണെന്നാ. എനിക്കിപ്പോ തോന്നുന്നത് അത് തന്നെയാ. വേദനയുണ്ടോ മോനെ? മക്കള് നല്ലോണം പഠിക്കണേ. ആ, വാ പോവാ. വേണ്ട.
മെല്ലെ. ദൈവാനുഗ്രഹത്താലും ആൽക്കഹോളിക് അനോണിമസ് എന്ന കൂട്ടായ്മയുടെ ശക്തിയാലും ഞാൻ ഇന്ന് മദ്യപിച്ചിട്ടില്ല. എന്റെ പേര് ഗംഗാധരൻ. ഹായ് ഗംഗാധരൻ. എയ്ഡ്സിനേക്കാളും ക്യാൻസറിനേക്കാളും ഹൃദ്രോഗത്തെക്കാളും ഭീകരമായ ഈ രോഗത്തിൽ നിന്നും രക്ഷ നേടാൻ കഴിഞ്ഞ നമ്മൾ ഭാഗ്യവാന്മാരാണ്. മിസ്റ്റർ ഗംഗാധരൻ, താങ്കൾ സുരേന്ദ്രന് സന്ദേശം കൊടുക്കാൻ പോകേണ്ടതായിരിക്കുന്നു. ഉം. അയാൾ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഏത് ഉം. നിമിഷവും എന്തും സംഭവിക്കാം. ഉം. സുരേന്ദ്ര, സുരേന്ദ്ര, ഏയ്, സാരമില്ല സുഹൃത്തേ, സാരമില്ല. എന്തിന് പരിഹാരം? വരൂ. ഇതെന്റെ സുഹൃത്ത് സുരേന്ദ്രൻ. ഉം. നല്ല ക്ഷീണുണ്ട്, ഭക്ഷണം തേടുക്ക്. അച്ഛാ അച്ഛാ, അച്ഛന്റെ ഫ്രണ്ട് എന്താ ഒരു ഭ്രാന്തനെ പോലെ? ഇരിക്കി, കൊണ്ടുവാ.
ഒഴിച്ചെടുക്ക്. ചായ. ഹായ് ഗംഗാധരൻ. ഹായ് ഡോക്ടർ, ഇത് ശരി. മിസ്റ്റർ സുരേന്ദ്രൻ. മദ്യാസക്തി വളർന്നു വരുന്ന ഒരു രോഗമാകുന്നു. നമ്മുടെ തലച്ചോറിൽ തുടങ്ങുന്നു, അവിടെ തന്നെ വളരുന്നു, അവസാനിക്കുന്നതും അവിടെ തന്നെ. ഇത് പ്രമേഹ രോഗത്തെപ്പോലെയും ഹൃദ്രോഗത്തെപ്പോലെയും വളരുന്ന രോഗമാകും. എന്നാൽ ഒരേ ഒരു വ്യത്യാസം മാത്രം. മദ്യാസക്ത രോഗം തലച്ചോറിൽ വളർന്നതിന് ശേഷം ശരീരത്തിലെ മറ്റ് അവയവങ്ങളെ മുഴുവൻ കീഴടക്കുന്നു. ഹൃദ്രോഗവും പ്രമേഹവും നേരെ മറിച്ച് അവസാനമാണ് തലച്ചോറിനെ കീഴടക്കുന്നത്. ഈ ഒരു കാര്യം തന്നെ മദ്യാസക്ത രോഗം മറ്റേത് രോഗങ്ങളെക്കാളും ഭീകരമാണെന്ന് തിരിച്ചറിയാൻ പ്രേരകമാണ്. നിരന്തരമായ ഉപയോഗം കൊണ്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വത്തായ മസ്തിഷ്കത്തെ തകർക്കുവാൻ തുടങ്ങും. ക്രമേണ വേർതിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ നേരിട്ടും ഇച്ഛാശക്തി നഷ്ടപ്പെട്ടും ആവർത്തന സ്വഭാവം പ്രതികരണം ഒരേ രീതിയിൽ തുടരുകയും വൈകാരികത പൊള്ളയായി മാറുകയും സ്നേഹിക്കാൻ കഴിയാകുകയും ഉദാസീനത, അനുഭാവശൂന്യത, എന്തിനും വിയോജിപ്പ്, പെട്ടെന്ന് ഓർമ്മ നഷ്ടപ്പെടുക, പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ പറ്റായിക തുടങ്ങി മദ്യാസക്തൻ സ്വബോധത്തെയും വ്യക്തിത്വത്തെയും നിഷേധത്തിൻ്റെ കവചത്തിൽ ഒളിപ്പിച്ചു വയ്ക്കുന്നു. മദ്യാസക്ത രോഗി മാനസികമായ മുൻഗണന മദ്യത്തിനാണ് കൊടുക്കുന്നത്. അയാൾ ഒറ്റപ്പെടലിലേക്കും വിഷാദ രോഗങ്ങളിലേക്കും ആത്മഹത്യയിലേക്കും പെട്ടുപോകുന്നു. എന്താ പേര്? രാധാകൃഷ്ണൻ, വയസ്സെത്ര? 21. അച്ഛന്റെ പേര്? അച്യുതൻ. ഏത് ഡോക്ടറെ? ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. സുരേന്ദ്രൻ മീറ്റിംഗിൽ വരാറുണ്ടോ? വരാറുണ്ടല്ലോ ഡോക്ടർ. മദ്യം കഴിക്കുമ്പോൾ താങ്കൾക്ക് കുറ്റബോധം തോന്നാറുണ്ടോ? ഇല്ല. എപ്പോഴെങ്കിലും അതിരാവിലെ മദ്യം കഴിക്കേണ്ടതായി വന്നിട്ടുണ്ടോ? ഉണ്ട്. ഹലോ സർ. ഹലോ. ഇരിക്കൂ. ഇത് ജോൺസൺ, ഒരു അമേരിക്കൻ മലയാളിയാണ് സർ. ഹി നീഡ്സ് സം ഫിസിക്കൽ എക്സാമിനേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. കൂടെ പോയിക്കോളൂ. ആവുന്നിട്ട്
താങ്കൾ അമേരിക്കയിൽ നിന്നും തിരിച്ചു വരാനുള്ള കാരണം എന്താണ്? എൻ്റേത് ഒരു പ്രണയവിവാഹമായിരുന്നു. വളരെ സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ഞാൻ നയിച്ചിരുന്നത്. പാർട്ടികളിലും മറ്റുമായി അല്പം മദ്യപിക്കുന്ന ശീലമുണ്ടായിരുന്നു. പിന്നീടത് സ്ഥിരമായി. ഈ കാരണത്താൽ തന്നെ ഭാര്യയും മക്കളുമായുള്ള ബന്ധം നഷ്ടപ്പെടാൻ തുടങ്ങി. പൂർണ്ണമായും ഞാൻ ഒറ്റപ്പെട്ടു. ഒരു ദിവസം ഞാൻ വീട്ടിലെത്തിയതേയില്ല. മദ്യപിച്ച് ലഹരിക്കടിപ്പെട്ട് ഒരു കടവരാന്തിയിൽ കിടന്നുപോയി. ഓർമ്മ തിരിച്ചു വന്നപ്പോ ഉടനെ വീട്ടിലെത്തണമെന്ന ബോധമുണ്ടായി. ഞാൻ വീട്ടിൽ ചെന്ന് കയറിയപ്പോ ജോൺസൺ തുറന്നു പറയും. ഡോക്ടർ, വീടിന്റെ വരാന്തയിൽ കയറി മേഴ്സി, നീ എന്നോട് അയ്യോ മൈ ഗോഡ്. എടോ, തൊട്ടു പോരുത്. അതിനുള്ള അർഹത നിങ്ങൾക്കില്ല. ഇത്രയും കാലം ഇങ്ങനെ ഒരു ഭാര്യ ഇവിടെ ഉള്ള കാര്യം നിങ്ങൾ ഓർത്തിരുന്നോ? നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. അതുപോലെ എന്നെ എന്റെ ഇഷ്ടത്തിന് വിട്ടേക്ക്. എനിക്ക് നിങ്ങൾ ആവശ്യമില്ല. ജോൺസൺ, മദ്യാസക്ത രോഗത്തെ താങ്കൾക്ക് മനസ്സിലായിട്ടില്ല. കൂടെ ജീവിക്കുന്നവരുടെ കൂടി രോഗമാണത്. മനുഷ്യത്വത്തെ അവരിൽ നിന്ന് പോലും എടുത്തു മാറ്റും. പക, വെറുപ്പ്, പൊള്ളയായ വികാരങ്ങൾ, ആക്രമണം, ആസക്തി, കടുത്ത നിഷേധം, ഇതെല്ലാം അവരുടെയും കൂടി രോഗമാകുന്നു. ഇയാൾക്ക് കരളിൽ ക്യാൻസറാണ്. കൂടിയാൽ 3 മാസം. ഇയാളുടെ ജീവിതകഥ അസാധാരണമായി തോന്നും. ആഹാ, രണ്ടുപേരും യൂണിഫോമിലാണല്ലോ. സ്കൂളിലേക്ക് പോകുന്ന വഴിയാ. ഓ, ഇപ്പോഴെങ്ങനെയുണ്ട് ശാലിനി? എനിക്കും കുട്ടികൾക്കും ഇവരെ തിരിച്ചു തന്നതിനുള്ള നന്ദി എങ്ങനെ അറിയിക്കണമെന്ന് എനിക്ക് അറിയില്ല. ശാലിനി, ഉം.
സുരേന്ദ്രൻ ഒരു മാരക രോഗമായിരുന്നു. അത് വിട്ടൊഴിഞ്ഞു കൂടിക്കൊള്ളു. പക്ഷേ ശാലിനിയും സുരേന്ദ്രനും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ അനുഭവങ്ങളും സന്ദേശങ്ങളും മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക. എങ്കിലും ഈ ഒഴിയാബാധ ഇനി തിരിച്ചു വരില്ല. പ്രാർത്ഥന. ദൈവമേ, ദൈവമേ, മാറ്റുവാൻ പറ്റാത്തവയെ മാറ്റുവാൻ പറ്റാത്തവയെ സ്വീകരിക്കുവാനുള്ള സ്വീകരിക്കുവാനുള്ള പ്രശാന്ത മനസ്ഥിതിയും പ്രശാന്ത മനസ്ഥിതിയും മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാൻ പറ്റുന്നവയെ മാറ്റുവാനുള്ള ധൈര്യവും മാറ്റുവാനുള്ള ധൈര്യവും ഇവയെ തമ്മിൽ വേർതിരിച്ചറിയാനുള്ള വേർതിരിച്ചറിയാനുള്ള വിവേകവും വിവേകവും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ആമുഖം. വൈഡവി വേലായുധൻ. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെ തങ്ങളുടെ പൊതുപ്രശ്നമായ അമിത മദ്യപാനാസക്തി എന്ന രോഗത്തിന് പരിഹാരം കാണാൻ കഴിയുകയും അപ്രകാരം മറ്റുള്ളവരെ മദ്യപാനാസക്തിയിൽ നിന്ന് മോചിതരാക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന സ്ത്രീ പുരുഷന്മാരുടെ കൂട്ടായ്മയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അഥവാ AA. AA അംഗത്വത്തിനുള്ള ഏക നിബന്ധന മദ്യപാനം നിർത്തണമെന്ന ആഗ്രഹം മാത്രമാണ്. പന്ത്രണ്ട് പടികൾ. ഡോക്ടർ സൈമൺ. പന്ത്രണ്ട് പടികൾ. 1. മദ്യത്തിന് മുന്നിൽ ശക്തിഹീനർ എന്ന് ഞങ്ങൾ സമ്മതിച്ചു. ഞങ്ങളുടെ ജീവിതം അനിയന്ത്രിതമായി പോയി. 2. ഞങ്ങളെ സുബോധവാന്മാരാക്കുവാൻ ഞങ്ങളെക്കാൾ വലിയ ഒരു ശക്തിക്കു മാത്രമേ പറ്റുകയുള്ളൂ എന്ന് വിശ്വസിക്കാൻ തുടങ്ങി. 12-ാമത്തെ പടി. ഈ നടപടിയിൽ നിന്നും കിട്ടിയ ആത്മീയ പ്രചോദനത്തിന്റെ ഫലമായി ഈ സന്ദേശം മറ്റ് മദ്യാസക്തർക്ക് എത്തിക്കുവാനും ഈ തത്വങ്ങൾ ഞങ്ങളുടെ എല്ലാ വ്യവഹാരങ്ങളിലും പാലിക്കുവാനും ഞങ്ങൾ ശ്രമിക്കും. പാരമ്പര്യം. രാധാകൃഷ്ണൻ. പാരമ്പര്യം 1. നമ്മുടെ പൊതുനന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. AA-യുടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. പാരമ്പര്യം 2. ഗ്രൂപ്പിൻ്റെ ആവശ്യങ്ങൾക്ക് ഒരേ ഒരു പരമാധികാരി. ഗ്രൂപ്പിൻ്റെ മനസാക്ഷിയിൽ കൂടി പ്രതിഫലിക്കുന്ന സ്നേഹനിധിയായ ദൈവം. നമ്മെ നയിക്കുന്നവർ വിശ്വസ്ത സേവകരാണ്. അവർ ഭരണകർത്താക്കളല്ല. ഷെയറിംഗ്. സുരേന്ദ്രൻ. ആൽക്കഹോളിക് അനോണിമസിൻ്റെ കൂട്ടായ്മയുടെ സഹായത്താലും ദൈവത്തിൻ്റെ കൃപയാലും ഇന്ന് ഞാൻ സ്വബോധവാനാണ്. എൻ്റെ പേര് സുരേന്ദ്രൻ. ഹായ് സുരേന്ദ്രൻ. ഹായ്. വാസ്തവത്തിൽ ദൈവം എൻ്റെ ഭാര്യയും കുട്ടികളെയും എനിക്ക് തിരിച്ചു നൽകി. ഗംഗാധരേട്ടൻ ദൈവത്തിൻ്റെ രൂപത്തിലാണ് എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. സാരമില്ല എന്ന വാക്ക് 2 പ്രാവശ്യം പറഞ്ഞു. ഈ സാരമില്ല എന്ന വാക്ക് എനിക്ക് പ്രാണനെ പോലെയാണ്. അദ്ദേഹം ഭാര്യയുടെ ആഭരണം പണയം വെച്ചാണ് എന്നെ ചികിത്സാ കേന്ദ്രത്തിൽ പിറ്റേ ദിവസം തന്നെ എത്തിച്ചത്. എൻ്റെ ഡോക്ടർ, എൻ്റെ കൗൺസിലർ, എൻ്റെ AA സുഹൃത്തുക്കൾ ഇവരാരും എന്നെ കുറ്റപ്പെടുത്തിയില്ല. എൻ്റെ ജീവിതത്തിൽ സ്നേഹം എന്ന ഒരു വാക്കില്ലായിരുന്നു. കുടിച്ചു നടന്നപ്പോൾ അതെല്ലാം വെറും പൊള്ളയായ കാര്യങ്ങൾ. എൻ്റെ മക്കളും ഭാര്യയും ഭക്ഷണം കഴിച്ചോ എന്ന് ഞാൻ ആലോചിച്ചിട്ടേയില്ല. എൻ്റെ മക്കൾ എന്നെ ഭയപ്പെട്ടിരുന്നു.
ഇന്നവർക്ക് എന്നെ ഭയമില്ല. അവർ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നു. ഞാനൊരു രോഗിയാണെന്നുള്ള സത്യം ഇന്നെൻ്റെ മക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും എൻ്റെ സ്വഭാവ വൈകല്യങ്ങളെ കണ്ടുപിടിക്കാൻ എന്നിലെ ഇത്തിരി മനുഷ്യനെ കണ്ടെത്തുക, അതാണ് എൻ്റെ ലക്ഷ്യം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർമ്മിക്കുക. അലനോൺ ഷേർ ശാലിനി. ഈശ്വരാനുഗ്രഹം കൊണ്ടും അല്ലനോൺ കൂട്ടായ്മയുടെ സഹായം കൊണ്ടും ഞാൻ ഇന്ന് വളരെ സന്തോഷവതിയാണ്. എന്റെ പേര് ശാലിനി, ഒരു മദ്യാസക്തന്റെ ഭാര്യ. ഹായ്. വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഭർത്താവിന് മദ്യം ഉപയോഗിക്കുന്ന ശീലമുണ്ടെന്ന് മനസ്സിലായത്. ക്രമേണ അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രീതിയിൽ വർദ്ധിച്ചു വന്നു. രാവിലെ തുടങ്ങുന്ന മദ്യപാനം രാത്രി അബോധാവസ്ഥയിലാകുന്നതുവരെ തുടരും. കുട്ടികളായി കഴിഞ്ഞപ്പോൾ മാറ്റം ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ കുട്ടികളുടെ മുമ്പിൽ വെച്ച് പോലും മദ്യപിക്കാൻ തുടങ്ങി. അവരെ ഉപദ്രവിക്കുന്നതിലേക്കും എത്തി. ക്രമേണ കുട്ടികൾക്ക് അച്ഛനെ കാണുന്നത് തന്നെ ഭയമായി. വീട്ടിലേക്ക് വരുന്ന കണ്ട ഓടി ഒളിക്കും. മദ്യപിക്കാതിരിക്കുമ്പോ ആരോടും ഒന്നും സംസാരിക്കാതെ ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ആകെ ഭയം തോന്നും. മദ്യപിച്ച് ലക്ക് കെട്ട് വരുമ്പോ പോലും രാത്രിയിൽ കുടിക്കാനുള്ള മദ്യം സ്റ്റോക്ക് ഉണ്ടാകും കയ്യിൽ. പക്ഷേ മദ്യം ഗ്ലാസ്സിലൊഴിച്ച് ചുണ്ടോടടുപ്പിക്കാൻ കഴിയാതെ എന്നെ വിളിക്കുമായിരുന്നു. അതുകൂടി അകത്താക്കി കഴിഞ്ഞ ഒരു ഭാഗത്ത് വീഴുക പതിവായി. ആ ഒരു നിശബ്ദത എനിക്കും കുട്ടികൾക്കും സ്വസ്ഥമായി ഉറങ്ങാനുള്ള അവസരമായി. പിന്നീട് അദ്ദേഹം പറയാതെ തന്നെ മദ്യം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി. ഒരു ദിവസം മകൻ അച്ഛന്റെ ബഹളം സഹിക്കവയ്യാതെ എന്നോട് പറഞ്ഞു, അമ്മേ, ആ കുപ്പിയിലുള്ളതുകൂടി അച്ഛൻ ഒഴിച്ചു കൊടുക്കമ്മേ, എന്നാലെങ്കിലും നമുക്ക് സ്വസ്ഥമായി ഉറങ്ങാലോ. ക്രമേണ ഓരോ ദിവസവും 24 മണിക്കൂർ മദ്യത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്ന AA തത്വം അദ്ദേഹം പാലിച്ചു. എല്ലാ മെമ്പർമാർക്കും പങ്കെടുക്കാവുന്ന AAയുടെ ഓപ്പൺ മീറ്റിംഗിൽ ഞാനും മക്കളും അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്തു. അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്ന ആ മീറ്റിംഗിൽ വെച്ചാണ് ഈശ്വരാനുഗ്രഹം നേരിട്ട് അനുഭവിച്ചത്. ഇപ്പോ ഞാനും മക്കളും അനുഭവിക്കുന്ന സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും മേലെയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും AA കൂട്ടായ്മയുടെ സഹായത്താലും ഇന്ന് ഞാൻ മദ്യപിച്ചിട്ടില്ല. സുബോധവാനാണ്. എൻ്റെ പേര് ചാക്കോ. ഹായ് ചാക്കോ. ഹായ്. ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് 2 വർഷവും ഒരാഴ്ചയുമാകും. മദ്യാസക്തി ഒരു രോഗമാണെന്ന് മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കും തിരിച്ചറിവില്ലായിരുന്നു. ഞാനും പല ധ്യാന കേന്ദ്രങ്ങളിലും കയറിയിറങ്ങിയിട്ടുണ്ട്. മന്ത്രവാദികളെയും സിദ്ധന്മാരെയും കണ്ടിട്ടുണ്ട്. കൂടാതെ ഞാൻ അറിയാതെ പലതരത്തിലുള്ള പച്ചമരുന്നുകളും ഭാര്യ ഭക്ഷണത്തിലൂടെ എനിക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ AAയിൽ എത്തിച്ചേർന്നപ്പോഴാണ് വളർന്നു വരുന്ന രോഗമാണെന്ന് ആ തിരിച്ചറിവ് എനിക്കുണ്ടായത്. ആക്സിഡന്റിൽ ശരീരത്തിന് സംഭവിച്ച കുഴപ്പങ്ങൾ, പെരുമാറ്റത്തിൽ വന്ന നിയന്ത്രണമില്ലായ്മ, ദേഷ്യം, വെറുപ്പ്, പക, ആക്രമണ സ്വഭാവം, ഇതൊക്കെ ഈ രോഗത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ ആർക്കും സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്നതാണ് ശരി. മറ്റുള്ളവരിലാണ് എൻ്റെ കുടിയുടെ കാരണങ്ങൾ കണ്ടെത്തിയത്. എല്ലാം അറിയാമെന്ന ഭാവമായിരുന്നു എനിക്ക്. AAയിൽ വന്നപ്പോൾ ഞാൻ എന്നയിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങി. ഇന്നെനിക്കറിയാം, മദ്യത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ ശക്തിയില്ലാത്ത ആളാണ് ഞാൻ എന്ന്. എൻ്റെ ജീവിതം അതുകൊണ്ട് തന്നെയാണ് അനിയന്ത്രിതമായി പോയത്.
എൻ്റെ ഭാര്യ എന്നെ ഉപേക്ഷിച്ച് മക്കളുമായി പോയതും ഞാൻ കടക്കാരനായതും ആർക്കും എന്നെ വേണ്ടാതായതും ധാർമ്മികമായ അധപ്പതനവും മദ്യാസക്തി എന്ന രോഗം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായത്. കർത്താവിൻ്റെ അനുഗ്രഹത്താൽ ഭാര്യയും മക്കളും ഇന്ന് എൻ്റെ കൂടെയുണ്ട്. നിനക്ക് ഇച്ചിരി കൊഞ്ചൽ കൂടുതൽ. ഇതന്നെ ആണോ? ഏ കണ്ടോ, ഇവള് പിന്നെ അഭിനയിക്കാൻ പോവാ. ഇവളോ? ഇത് ഇഷ്ടപ്പെട്ടോ? ഇതെങ്ങനെ നിനക്ക് ഇഷ്ടപ്പെട്ട ഫാഷനാ? അച്ഛാ, ഈ അച്ഛനെയാ ഞങ്ങൾക്കിഷ്ടം. ഞങ്ങൾക്ക് പേടിയാവുന്ന അച്ഛനെ വേണ്ട. ആഹാ. ആ, ഒരടി വെച്ചെന്നല്ലോ. അതെന്തിന്? ചായ കുടിക്കട്ടെ. മോക്ക് വേണ്ടേ? വേണ്ടേ? വേണ്ട. സിസ്റ്റർ, എന്താ? കുട്ടികളെ ഒന്ന് വിളിക്കണം. ഒന്ന് ഫോൺ തരൂ. തരാലോ. അയാളാ നിങ്ങളുടെ പപ്പ. ഹായ് പപ്പ. നാശം. വിളിച്ച് വിളിച്ച് പിന്നെ അടുത്തുകൂടാനാ. മാറിപ്പോടി. യു ഹാവ് നോ പപ്പ. ഹലോ. ഹലോ. ഹലോ.
ഫോൺ എടുക്കൂ മേഴ്സി, ഒന്ന് ഫോൺ എടുക്കൂ മേഴ്സി, ഒന്ന് ഫോൺ എടുക്കൂ മക്കളെ. കേട്ടാ മതി.